So this is a creep curve. Okay, creep curve on the three distinct phases on the first one primary creep, second one secondary creep, and third one tertiary creep. Appo idu endana primary, secondary, tertiary enna namukku detail aayittu padikkanam. So the figure shows three distinct regions along the creep curve. Creep curve-നായിട്ട് മൂന്ന് റീജിയൻസ് കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് റീജിയൻ പ്രൈമറി ക്രീപ്പ്, സെക്കൻഡ് റീജിയൻ സെക്കൻഡറി ക്രീപ്പ്, ആൻഡ് തേർഡ് റീജിയൻ ടെർഷ്യറി ക്രീപ്പ്. ഓക്കെ, ഈ ഫസ്റ്റ് സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അറിയോ? ഫസ്റ്റ് സ്റ്റേജ് ഈസ് എ ടൈം ഡ്യൂറിങ് വിച്ച് മോസ്റ്റ് ഓഫ് ദി ട്രാൻസിയൻ ക്രീപ്പ് ടേക്സ് പ്ലേസ്. അതായത് ഏറ്റവും കൂടുതൽ ഡിഫോർമേഷൻ ഉണ്ടാകുന്നത് എവിടെയാണ്? നോക്കിയേ, ഇനിഷ്യൽ ഡിഫോർമേഷൻ ഉണ്ട്, അതിനുശേഷം ഡിഫോർമേഷൻ കുറച്ച് കൂടുതലാണ്, അതിനുശേഷമോ ഈ പോയിന്റ് കഴിഞ്ഞ് സംഭവിക്കും സ്ലോലി ആണ്, പിന്നെ പെട്ടെന്നാണ്. മനസ്സിലായില്ലേ? പിന്നെ ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നത്. അപ്പൊ നോക്കി, ഈ പ്രൈമറി ക്രീപ്പ് ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ഒരു ഇൻസ്റ്റന്റേനിയസ് ഡിഫോർമേഷൻ ഉണ്ടാകും. ആണോ? ഇൻസ്റ്റന്റേനിയസ് ഡിഫോർമേഷൻ ഉണ്ടാവും. ആണല്ലോ. അപ്പൊ ഈ ഒരു റീജിയനിലെ പറയുന്ന പേരാണ്, ആ ഒരു ഇൻസ്റ്റന്റേനിയസ് ഡിഫോർമേഷൻ ഉണ്ടായി ആ ഒരു സ്ട്രെയിൻ റേറ്റ് കൂടി പെട്ടെന്ന് കൂടുന്ന ഒരു റീജിയൻ ഉണ്ട്. ആ ഒരു ഭാഗത്തുള്ള കർവിനെ പറയുന്ന പേരാണ് എന്ത്? അപ്പം നമുക്കറിയാം, നമ്മളൊരു ഒരു മെറ്റീരിയലില്ല ഒരു ഫോഴ്സ് കൊടുത്ത്, അല്ലെങ്കിൽ നമ്മൾ അതിന് ഡിഫോർമേഷൻ കൊടുത്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കുന്നത്? നമ്മൾ ഫ്രാങ്ക് റൈറ്റ് സോഴ്സ് ഒക്കെ പഠിച്ചില്ലേ? സ്ട്രെയിൻ ഹാർഡനിങ് ഒക്കെ പഠിച്ചില്ലേ? സ്ട്രെയിൻ ഹാർഡനിങ്. അപ്പൊ ഒരു ഡിഫോർമേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അതിന് ഡിഫോർമേഷൻ ഉണ്ടാവാൻ പാടല്ലേ? കാരണം എന്താണ്? സ്ട്രെയിൻ ഹാർഡനിങ് എഫക്റ്റ് ഒക്കെ നമ്മൾ പഠിച്ചില്ലേ? സ്ട്രെയിൻ ഹാർഡനിങ് എഫക്റ്റ്. അപ്പൊ നമുക്ക് വൺസ് ആദ്യത്തെ ഡിഫോർമേഷൻ ഉണ്ടാകാൻ എളുപ്പമാണ്, പിന്നെ അത് കഴിഞ്ഞ് ഡിഫോർമേഷൻ ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? അത്ര നേരം അപ്ലൈ ചെയ്ത ലോഡിനെക്കാട്ടിലും കൂടുതൽ കൊടുത്തെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ? പക്ഷെ ലോഡ് കൂട്ടുന്നുണ്ടോ? അപ്പൊ എന്ത് സംഭവിക്കും? അത്രയും ഉണ്ടായ ഡിഫോർമേഷൻ പിന്നീട് ഉണ്ടാവുമോ? ഇത്രയും ഫാസ്റ്റ് ഡിഫോർമേഷൻ ഉണ്ടായി, പക്ഷെ ഒരു പോയിന്റ് എത്തിക്കഴിയുമ്പോൾ പിന്നെ ഡിഫോർമേഷൻ വളരെ സ്ലോലി ആണ്. കണ്ടോ? ഓൾമോസ്റ്റ് സ്ട്രെയിറ്റ് ലൈൻ ആണ്. കണ്ടോ? അതായത് സ്ട്രെയിൻ വളരെ കുറവാണ്. നോക്കി, ഓൾമോസ്റ്റ് സ്ട്രെയിറ്റ് ലൈൻ ആണ്. പക്ഷെ ഇവിടെ നോക്കി, ഓരോ ടൈം കൂടുന്നതനുസരിച്ച് നല്ല വ്യത്യാസമുണ്ട്. പക്ഷെ ഇവിടെ കണ്ടോ, ഓൾമോസ്റ്റ് സ്ട്രെയിറ്റ് ലൈനാ അല്ലേ? അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ആ ട്രാൻസിയന്റ് ക്രീപ്പ് റീജിയൻ ഒരു സ്പെസിഫിക് റീജിയൻ ഒരു വാല്യൂ എത്തി കഴിയുമ്പോഴത്തേന് എന്ത് സംഭവിക്കുന്നത്? ആ ഒരു സ്ട്രെയിൻ റേറ്റ് വളരെ കുറവാകും. അതായത് ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആവും സ്ട്രെയിൻ റേറ്റ്. നോക്കി, ഇവിടെ ഉണ്ടാകുന്ന സ്ട്രെയിനും തമ്മിൽ ഓൾമോസ്റ്റ് വലിയ ഡിഫറൻസ് ഉണ്ടോ? നോക്കി, ഉണ്ടോ? വലിയ ഡിഫറൻസ് ഉണ്ടോ? പക്ഷെ ഇവിടുത്തെ ഒന്നും നോക്കി, ഈ ചെറിയൊരു സമയത്ത് കൊണ്ടാണ് ഇത്രയും ഡിഫറൻസ് വന്ന്. ഇത്രയും സമയം എടുത്തിട്ട് നമുക്ക് എത്ര ഡിഫറൻസ് മാത്രമേ വന്നുള്ളൂ? എത്ര ഡിഫറൻസ് മാത്രമേ വന്നുള്ളൂ? വളരെ ചെറിയൊരു സ്ട്രെയിൻ റേറ്റ് അല്ലേ അവിടെ ഉണ്ടാവുന്നുള്ളൂ, അല്ലേ? അപ്പൊ ആ ഒരു റീജിയനെ പറയുന്ന പേരാണ് എന്ത്? അപ്പൊ അവിടെ നിന്ന് വെച്ചാൽ സ്ട്രെയിൻ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആണ്, അല്ലെ? എന്ന് വെച്ച് കഴിഞ്ഞാൽ വേരി ചെയ്യുന്നുണ്ട്, പക്ഷെ എങ്ങനെയാണ് വേരിയേഷൻ എങ്ങനെയാണ്? ഇവിടെ നോക്കി, സഡൻ വേരിയേഷൻ. ഇവിടെ എങ്ങനെ വേരിയേഷൻ? ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആണ്, അല്ലേ? ഓക്കെ. അപ്പൊ അതിനുശേഷം ഒരു പോയിന്റ് എത്തിക്കഴിയുമ്പോ വീണ്ടും എന്ത് ചെയ്യുന്നു? സ്ട്രെയിൻ പെട്ടെന്ന് തന്നെ കൂടുന്നു, അല്ലെ? കൂടി ലാസ്റ്റ് എന്ത് സംഭവിക്കുന്നു? അപ്പൊ അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്? കണ്ടോ? ഈ ടൈം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് കണ്ടോ, സ്ട്രെയിൻ റാപ്പിഡ് ആയിട്ട് കൂടി അവസാനം അത് എന്ത് സംഭവിക്കുന്നു?
ഓക്കെ, അതാണ് തേർഡ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഡ്യൂറിങ് ദ തേർഡ് സ്റ്റേജ്. ആ സ്റ്റേജിനെ പറയുന്ന പേരാണ് ടെർഷ്യറി ക്രീപ്പ്. അവിടെ എന്താ സംഭവിക്കുന്നത്? there is an acceleration of strain rate and ultimately failure occur. ഉണ്ടോ? ആക്സിലറേഷൻ സ്ട്രെയിൻ റേറ്റ് ഉണ്ടോ? പെട്ടെന്നല്ലേ കൂടുന്നേ? ഉണ്ടോ? ഫാസ്റ്റ് ആയിട്ടല്ലേ സ്ട്രെയിൻ കൂടിയ നോക്കിയേ. ഉണ്ടോ? ഇത്രയും ടൈമിനുള്ളിൽ തന്നെ മാക്സിമം സ്ട്രെയിൻ അവിടെ ഉണ്ടായി. പെട്ടെന്ന് അത് എന്ത് സംഭവിക്കുന്നു? ഫെയിലിയർ സംഭവിക്കുന്നത്. അപ്പൊ നമ്മളെ കംപ്ലീറ്റ് ക്രീപ്പ് കർവ് മനസ്സിലായോ? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഒരു ഇനിഷ്യൽ ലോഡിങ് കൊടുക്കുമ്പോൾ ഇൻസ്റ്റന്റ് ഡിഫോർമേഷൻ ഉണ്ടാകുന്നു. ദെൻ ഡിഫോർമേഷൻ കൂടുന്നു, കൂടി ഒരു പ്രത്യേക ലെവൽ വരെ റാപ്പിഡ് ആയിട്ട് കൂടുന്നു. ആ സമയത്തുള്ള ക്രീപ്പിനെ പറഞ്ഞ പറയാം പ്രൈമറി ക്രീപ്പ്. ദെൻ ഇത് സ്ട്രെയിൻ റേറ്റ് ഈസ് ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആണ് അല്ലെ, അതായത് വളരെ സ്ലോലി ആണ് ഡിഫോർമേഷൻ സംഭവിക്കുക. സ്ട്രെയിൻ റേറ്റ് ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ആ ഒരു രീതിയിൽ പറയുന്നത് സെക്കൻഡറി ക്രീപ്പ്. ദെൻ ആഫ്റ്റർ എ സർട്ടൻ പീരീഡ് ഓഫ് ടൈം ദ സ്ട്രെയിൻ റേറ്റ് ഇൻക്രീസ് റാപ്പിഡ്ലി ആൻഡ് ഫൈനലി ലീഡ്സ് ടു എന്താണ്? ആൻഡ് ഫൈനലി ലീഡ്സ് ടു ഫ്രാക്ചർ. മനസ്സിലായല്ലോ? സിമ്പിൾ അല്ലേ ഫ്രാക്ചർ ക്രീപ്പ്? അപ്പൊ ഈ ഫ്രാക്ചർ, ഈ ഒരു ക്രീപ്പ് എന്തിനെ കൂടെ ഡിപ്പെൻഡന്റ് ആണ്? ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ്. ടെമ്പറേച്ചർ കൂടുതലാണെന്നുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ, ഈ ഒരു നമ്മൾ ഈ എക്സ്പെരിമെന്റ് ചെയ്യുന്ന ടെമ്പറേച്ചർ കൂടുതലാണെന്നുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? ഫ്രാക്ചർ സംഭവിക്കും. അപ്പൊ നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു, മെൽറ്റിംഗ് പോയിന്റ് കൂടുതലുള്ള മെറ്റീരിയലിനാണോ ഫ്രാക്ചർ ക്രീപ്പ് റെസിസ്റ്റൻസ് കൂടുതൽ, മെൽറ്റിംഗ് പോയിന്റ് കുറവുള്ള മെറ്റീരിയലിനാണോ? അപ്പൊ അത് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു അല്ലേ. അതായത് ക്രീപ്പ് പ്രോമിനന്റ് ആവുന്നത് 0.4 ടൈംസ് TM എന്ന് പറഞ്ഞ ടെമ്പറേച്ചറിന് മുകളിലോട്ട് മാത്രമേ പ്രോമിനന്റ് ആവത്തുള്ളൂ അല്ലേ. അപ്പൊ ഹൈ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുമ്പോഴത്തേന് 0.4 ടൈംസ് TM എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഒരു 400 അല്ലെങ്കിൽ ഒരു 100 റേഞ്ച് ഓഫ് ടെമ്പറേച്ചറിലായിരിക്കും. അപ്പൊ നമ്മൾ റൂം ടെമ്പറേച്ചറിൽ ഒരിക്കലും ക്രീപ്പ് എഫക്റ്റ് ഉണ്ടാവത്തില്ല. ഇത്രയും ക്ലിയർ ആയോ? ഇനി നമ്മൾ ഇത്രയും ക്ലിയർ ആയെങ്കിൽ നമുക്ക് അടുത്ത സെഷനിലോട്ട് പോവാം. ഇത്രയും ക്ലിയർ ആവും? നിങ്ങളുടെ സീരീസ് എക്സാമിന് ഡേറ്റ് വന്നിട്ടുണ്ട്, കണ്ടായിരുന്നോ നിങ്ങള്? കണ്ടായിരുന്നോ? 11, 12, 13. എന്റെ എക്സാം എന്നാ? എന്റെ എക്സാം എന്നാ നോക്കിയായിരുന്നോ? ഓക്കെ, അപ്പൊ 13. അപ്പൊ ഞാൻ സീരീസ് എക്സാമിന് മുന്നേ എന്തൊക്കെ ടോപ്പിക്സ് പഠിപ്പിക്കുന്നുണ്ടോ അതിനകത്തുനിന്ന് എല്ലാ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് മറ്റേ അസൈൻമെന്റ് തന്നതിനകത്തുനിന്ന് സ്പെഷ്യലി ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. അതായത് ആ 4.3 എന്ന് പറയുന്ന ടോപ്പിക്ക്, അതൊരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. പിന്നെ ആ 4.3 എന്ന് പറയുന്ന ടോപ്പിക്കിന് നോട്ട്സ് എല്ലാവരും എഴുതി കഴിയുമെന്ന് വിചാരിക്കുന്നു. നോട്ട്സ് ഞാൻ ലിൻബേസിൽ അപ്ലോഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ടാക്കുന്നതായിരിക്കും. പിന്നെ ആ വീഡിയോ നിങ്ങളുടെ സ്ക്രീൻ റെക്കോർഡ് ചെയ്തതാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത രീതിയിൽ പറഞ്ഞാൽ മതി. വലിയ രീതിയിൽ ലാംഗ്വേജ് വേണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ മിക്സ്ഡ് ഇംഗ്ലീഷും മലയാളം കൂടെ മിക്സ് ചെയ്ത രീതിയിൽ നിങ്ങൾ അത് പ്രസന്റ് ചെയ്താൽ മതി. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഇത് വീഡിയോയുടെ ലിങ്ക് എനിക്ക് എങ്ങനെ അയച്ചു തരുന്നത്? ഒന്നെങ്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് ആ ഒരു വീഡിയോ അൺലിസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഡ്രൈവ് വഴി എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ സെൻഡ് ചെയ്ത് തരിക. അപ്പോൾ മുൻകൂട്ടി ചെയ്ത് വെക്കുക. ഈ സൺഡേക്കുള്ളിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തിട്ട് എനിക്ക് അയച്ചു തരാം. എല്ലാവരും എനിക്ക് പേഴ്സണലി അയച്ചു തരണം ലിങ്ക്. കാരണം നമുക്ക് ലിൻവേസിനകത്ത് അപ്ലോഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഇല്ലല്ലോ ലിങ്ക് അപ്ലോഡ് ചെയ്യാൻ. അപ്പൊ നിങ്ങൾ അതെനിക്ക് പേഴ്സണലി അയച്ചു തരണം. ആ ഒരു ടോപ്പിക് എക്സാമിനേഷൻ ഉള്ളതാണ്, അത് പഠിക്കുക. ഓക്കെ, അപ്പൊ അടുത്ത് നമ്മൾ പോകുന്നത് മെക്കാനിസം ഓഫ് ക്രീപ്പ്. എങ്ങനെയാണ് ക്രീപ്പ് സംഭവിക്കുന്നത്? നമുക്ക് പോയാലോ? മെക്കാനിസം ഓഫ് ക്രീപ്പ് പറഞ്ഞാലോ? കേൾക്കുന്നുണ്ടോ പറയുന്നത്? ഹലോ?
നമുക്ക് ക്രീപ്പിന്റെ നമ്മൾ ഫ്രാക്ചറിന്റെ മെക്കാനിസം പഠിച്ചു അല്ലെ, 4-5 സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. ഫറ്റീഗിന്റെ മെക്കാനിസം പഠിച്ചു അല്ലെ, ക്രാക്ക് ഇനിഷ്യേഷൻ, ക്രാക്ക് പ്രൊപ്പഗേഷൻ, ഫൈനൽ ഫ്രാക്ചർ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചു. അതിന്റെ ഫിഗർ ഒക്കെ പഠിച്ചു. ഫറ്റീഗിന്റെ ഫ്രാക്ചറിനകത്തും ഫിഗർ ഉണ്ടായിരുന്നു അല്ലെ. ആദ്യമേ എന്താണ് വോയിഡ് ഫോർമേഷൻ, ക്രാക്ക് ഫോർമേഷൻ, പിന്നെ 45 ഡിഗ്രി ക്രാക്ക് ഗ്രോ ചെയ്യുന്നു, പിന്നെ കപ്പ് ആൻഡ് കോൺ ഫ്രാക്ചർ, അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ ഫിഗർ ഒക്കെ ഉൾപ്പെടെ നമ്മൾ പഠിച്ചായിരുന്നു. പക്ഷെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ക്രീപ്പിന്റെ മെക്കാനിസം പഠിക്കാനില്ല. നമുക്ക് ജസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് ബേസിക് ആയിട്ട് മാത്രം നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നോക്കാം, ടെമ്പറേച്ചർ ആൻഡ് ടൈം ഡിപ്പെൻഡൻസ് ഓഫ് ക്രീപ്പ് ഡിഫോർമേഷൻ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദിറ്റ് ഈസ് ദ തെർമലി ആക്ടിവേറ്റഡ് പ്രോസസ്സ്. അത് ക്ലിയർ ആയല്ലോ. ഈ ക്രീപ്പ് മെയിൻ ആയിട്ടും 2 പാരാമീറ്റേഴ്സ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണ്? ഒന്ന് ടെമ്പറേച്ചറും, രണ്ടാമത്തെ പാരാമീറ്റർ എന്തുവാ? ഒന്ന് ടെമ്പറേച്ചറും ടൈമും. ലോഡ് കോൺസ്റ്റന്റ്, അപ്പൊ ലോഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ടോ? ലോഡ് കോൺസ്റ്റന്റ് അല്ലേ. അപ്പൊ ലോഡ് കൂട്ടുകയോ കുറയ്ക്കുകയോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഫ്ലക്ച്വേറ്റിംഗ് ആണോ, വേരിയിങ് ആണോ, എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ലോഡ് ഉണ്ടോ? ഉണ്ടോ? ലോഡ് വേരി ചെയ്യുന്നുണ്ടോ? ഇല്ല, ലോഡ് വേരി ചെയ്യുന്നില്ലല്ലോ. ബട്ട് ടെമ്പറേച്ചർ ആൻഡ് ടൈം ഡിപ്പെൻഡൻസ് ഓഫ് ക്രീപ്പ്, ടെമ്പറേച്ചറും ടൈമും ആണ് നമ്മുടെ ക്രീപ്പിനെ മെയിൻ ആയിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഫാക്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അത് പറയാം, ഇറ്റ് ഈസ് എ തെർമലി ആക്ടിവേറ്റഡ് പ്രോസസ്. അതായത് ടെമ്പറേച്ചർ, ഞാൻ പറഞ്ഞു, ടെമ്പറേച്ചർ കൂടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രീപ്പിന്റെ ആ ഒരു ഇത് ഉണ്ടാവാനുള്ള സാധ്യത കൂടി കൂടി വരും. ക്രീപ്പിന്റെ എഫക്റ്റ് അല്ലെ, ക്രീപ്പ് റെസിസ്റ്റൻസ് കുറയും. ടെമ്പറേച്ചർ കൂടുക, ഹൈ ടെമ്പറേച്ചർ വരുമ്പോൾ പെട്ടെന്ന് തന്നെ ക്രീപ്പ് ഫെയിലിയർ ഉണ്ടാവും. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ക്രീപ്പിനകത്തുനിന്ന്, എങ്ങനെയാണ് ക്രീപ്പിനകത്ത് ഫെയിലിയർ ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ക്രീപ്പിനകത്തുനിന്ന് ആ ഒരു മെറ്റീരിയൽ ഫെയിലിയർ സംഭവിക്കുന്നത്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. സെവറൽ അറ്റോമിക് പ്രോസസ്സസ് ആർ ടു ബി നോൺ ടു ബി റെസ്പോൺസിബിൾ ഫോർ ക്രീപ്പ് ഇൻ ക്രിസ്റ്റലൈൻ മെറ്റീരിയൽ. ഇപ്പൊ ക്രിസ്റ്റലൈൻ മെറ്റീരിയലിനകത്ത് നമ്മൾ എന്താണ് ക്രിസ്റ്റലൈൻ മെറ്റീരിയൽ? എന്താ ക്രിസ്റ്റലൈൻ മെറ്റീരിയൽ? നമ്മൾ ഫസ്റ്റ് ക്ലാസ് പഠിച്ച എന്താ ക്രിസ്റ്റലൈൻ മെറ്റീരിയൽ? എന്താ ക്രിസ്റ്റലൈൻ മെറ്റീരിയൽ? ഏതാ? വെൽ ഡിഫൈൻഡ് അറേഞ്ച്മെന്റ്സ് ഓഫ് ആറ്റംസ്. അപ്പൊ ഈ ക്രിസ്റ്റലൈൻ മെറ്റീരിയൽസിനകത്ത് ക്രീപ്പ് ഉണ്ടാവാനുള്ള കാര്യം നമ്മൾ ഇതെല്ലാം പഠിച്ച കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ ഡിസ്ലൊക്കേഷൻ ക്രോസ് ലിപ്പ്, സെക്കൻഡ് വൺ ഡിസ്ലൊക്കേഷൻ ക്ലൈംബ്, തേർഡ് വൺ ഡിഫ്യൂഷൻ ഓഫ് വേക്കൻസി, തേർഡ് വൺ ഫോർത്ത് വൺ ഗ്രെയിൻ ബൗണ്ടറി സ്ലൈഡിങ്. ഇപ്പൊ 4 റീസൺസ് ആണ് ക്രീപ്പിനകത്ത് ക്രീപ്പ് ഉണ്ടാകാൻ കാരണം. ഫസ്റ്റ് വൺ ഡിസ്ലൊക്കേഷൻ ക്രോസ് ലിപ്പ്. ക്രോസ് ലിപ്പ് എന്താണ്? ക്രോസ് ലിപ്പ്, ക്ലൈംബ്, ഇതെല്ലാം നമ്മൾ പഠിച്ചത് ഓർമ്മയുണ്ടോ? ക്രോസ് ലിപ്പ്, ക്ലൈംബ് എല്ലാം നമ്മൾ പഠിച്ചതാ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? എന്താ ക്രോസ് ലിപ്പ്? ഒന്ന് വായിച്ചു നോക്കണം അല്ലേ. ഓക്കെ, ക്രോസ് സ്ലിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ലിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് അത് അനിഹിലേറ്റ് ചെയ്ത് ഒന്നാവുന്ന അങ്ങനെ ഒരു പ്രോസസ്സാണ്. ഡീറ്റെയിൽഡ് ആയിട്ട് മൊഡ്യൂൾ 2 നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നോട്ട്സ് വായിച്ചു നോക്കണം, സംശയം ഉണ്ടെങ്കിൽ കേട്ടോ. ഇപ്പം എന്താണ് ക്ലോസ് സ്ലിപ്പ്, പിന്നെ ക്ലൈംബ് എന്താന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഡിഫ്യൂഷൻ ഓഫ് വേക്കൻസീസ് ഡിഫ്യൂഷൻ ചെയ്യുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേക്കൻസീസ് മൂവ് ചെയ്യുന്നത്. പിന്നെ ഗ്രെയിൻ ബൗണ്ടറി സ്ലൈഡിങ്, ഗ്രെയിൻ ബൗണ്ടറി അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലൈഡ് ചെയ്യുന്നത്. ഇപ്പൊ ക്രീപ്പിന്റെ 4 റീസൺസ് ആണ്. ഒന്നെന്ന് വെച്ചാൽ ക്രോസ് സ്ലിപ്പ്, ക്ലൈംബ്, അത് എന്തിന്റെ ക്രോസ് സ്ലിപ്പാണ്? ഡിസ്ലൊക്കേഷന് ക്രോസ് സ്ലിപ്പ്. ക്ലൈംബും എന്തിന്റെ ക്ലൈംബാണ്? ഡിസ്ലൊക്കേഷൻ ക്ലൈംബ്. ഈ ക്ലൈംബ് പറഞ്ഞപ്പോഴാണ് ജോക്സ് ആൻഡ് കിങ്സ് എന്നൊക്കെ പറഞ്ഞ, ഓർമ്മയുണ്ടോ? ആർക്കറിയാം, ഓർമ്മയുണ്ടോടാ? ജോക്സ്, കിങ്സ് എന്നൊക്കെ പറഞ്ഞില്ലേ? അതൊക്കെ നോട്ട്സിനകത്ത് എഴുതിയിട്ടുണ്ട്, അത് നോക്കുക കേട്ടോ. അപ്പം ഈ ക്രീപ്പ് ഉണ്ടാവാനുള്ള മെയിൻ 4 കാരണങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്താണ്? ക്ലൈംബ്. എന്താണ്? ക്രോസ് സ്ലിപ്പ്. എന്തിന്റെ ക്രോസ് സ്ലിപ്പാണ്? ഡിസ്ലൊക്കേഷൻ ക്രോസ് സ്ലിപ്പ്. സെക്കൻഡ് വൺ ക്ലൈംബ്. എന്തിന്റെ ക്ലൈംബാണ്? ഡിസ്ലൊക്കേഷൻ ക്ലൈംബ്. തേർഡ് വൺ ഡിഫ്യൂഷൻ ഓഫ് വേക്കൻസി. വേക്കൻസീസ് ഒക്കെ പറഞ്ഞില്ലേ? എന്തൊക്കെ ടൈപ്പ് വേക്കൻസീസ് ഉണ്ട് നമുക്ക്? വേക്കൻസി ഒരു പോയിന്റ് ഡിഫക്റ്റ് ആണോ, ലൈൻ ഡിഫക്റ്റ് ആണോ? വേക്കൻസി ഡിഫക്റ്റ് ഒരു പോയിന്റ് ഡിഫക്റ്റ് ആണോ, ലൈൻ ഡിഫക്റ്റ് ആണോ?
ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കേട്ടോ. പോയിന്റ് ഡിഫക്ട്സ് എന്തൊക്കെയാ, ലൈൻ ഡിഫക്ട്സ് എന്തൊക്കെയാണ്, സർഫസ് ഡിഫക്റ്റ്, വോളിയം ഡിഫക്റ്റ്, ഇതെല്ലാം പറഞ്ഞതാണ്. ഇതെല്ലാം എക്സാമിനേഷൻ ചോദിക്കുന്ന ടോപ്പിക്സ് ആണ്. അപ്പൊ അതെല്ലാം നോക്കിക്കണം. അപ്പൊ ഈ 4 കാര്യങ്ങളാണ് നമ്മുടെ ക്രീപ്പിന്റെ മെക്കാനിസത്തിനാണ് മെയിൻ ആയിട്ട് കാര്യങ്ങൾ. അപ്പൊ നമുക്ക് അതൊന്ന് ഡീറ്റെയിൽഡ് നോക്കാനില്ല, ജസ്റ്റ് ഒന്ന് നോക്കാം. It was observed that the dynamic recovery occurred in later stages of plastic deformation due to cross-slip of screw dislocations. In low temperature region of creep, cross-slip continues with the aid of thermal energy and causes plastic strain as a function of time. This involved dislocation moving along the slip plane and overcoming the barriers by thermal energy at higher stresses. എന്താണ് പറഞ്ഞേക്കുന്നത് ഒന്ന് വായിച്ചു നോക്കി, ആ സെന്റൻസ് എല്ലാ ഒരു പാരഗ്രാഫ് എല്ലാവരും വായിച്ചു നോക്കിയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ വേക്കൻസി ഡിഫ്യൂഷൻ ടെമ്പറേച്ചർ കൂടുമ്പോൾ തന്നെ വേക്കൻസി ആറ്റത്തിന് അല്ലെങ്കിൽ വേക്കൻസിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുകയോ കുറയുമോ? The vacancies also move in response to the applied okay, അതാണ് vacancies also move in response to the applied stress over the specimen transfers to the stress axis of the surface and that are parallel to the stress axis over a period of time. This movement would elongate the specimen in the direction of stress axis and contract in the transfer direction, resulting in the creep. അതായത് ഈ ഒരു വേക്കൻസി ഡിഫ്യൂഷൻ ഉണ്ടാകുമ്പോഴും നമ്മൾ സ്ട്രെസ് കൊടുക്കുന്നു, അതിൻ്റെ കൂടെ ടെമ്പറേച്ചറിൻ്റെ ഒരു ഹൈ ടെമ്പറേച്ചർ, ആ ഒരു ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റൂടെ വരുമ്പോഴത്തേന് ഈ ഒരു വേക്കൻസീസ് അല്ലെങ്കിൽ ആറ്റംസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫ്യൂസ് ചെയ്യാൻ ടെൻഡൻസി ഉണ്ടാകുന്നു. അതുമൂലം എന്ത് സംഭവിക്കുന്നു, അവിടെ എലോങ്ങേഷൻ അല്ലെങ്കിൽ ഡിഫോർമേഷൻ ഉണ്ടാകുന്നു. അങ്ങനെ നമുക്ക് ആ ഒരു ഡിഫോർമേഷൻ അക്കുമുലേറ്റ് ചെയ്ത് ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്തുണ്ടാകുന്നു, ക്രീപ്പിന്റെ എഫക്റ്റ് ഉണ്ടാവുന്നത്. ലാസ്റ്റ് എന്താണ്, ഗ്രെയിൻ ബൗണ്ടറി സ്ലൈഡിങ് നമുക്ക് അത് ആ ഒരു ടെമ്പറേച്ചർ എഫക്റ്റ് വെച്ച് നമുക്ക് പറയാം. നോക്കി, വെൻ എ ടെമ്പറേച്ചർ ഇസ് ഹീറ്റഡ് ദ ഗ്രെയിൻ ബൗണ്ടറീസ് ലൂസ് ദ സ്ട്രെങ്ത്. നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത്, വെൻ എ മെറ്റീരിയൽ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഗ്രെയിൻ ബൗണ്ടറീസ് ലൂസ് ദ സ്ട്രെങ്ത്. ദ ഗ്രെയിൻ ബൗണ്ടറീസ് ആർ വീക്കർ ദാൻ ദി ഗ്രെയിൻ ഇന്റീരിയർ അറ്റ് ഹൈ ടെമ്പറേച്ചർ. ബട്ട് ഹൈ ടെമ്പറേച്ചർ വരുമ്പോൾ തന്നെ ഗ്രെയിൻ ബൗണ്ടറിയുടെ സ്ട്രെങ്ത് ലൂസ് ചെയ്യുന്നു. അങ്ങനെ സമയത്ത് എന്ത് സംഭവിക്കും, ദ വിസ്കസ് ഗ്രെയിൻ ബൗണ്ടറീസ് ഈസ് ലോ ഇനഫ് them to behave like a viscous liquid, separate in the neighboring grains and allowing them to slide against each other. Thus, at high temperature, the grain boundary facilitates the deformation process by sliding and cause slip. അതായത് ഹൈ ടെമ്പറേച്ചറിന്റെ എഫക്റ്റ് 0.5 0.5 ടൈംസ് മെൽറ്റിംഗ് പോയിന്റ് ടെമ്പറേച്ചറിനെക്കാളും കൂടുതലാണ് നമ്മുടെ വർക്കിംഗ് ടെമ്പറേച്ചർ, സർവീസ് ടെമ്പറേച്ചർ എന്നുണ്ടെങ്കിൽ ആ ഗ്രെയിൻ ബൗണ്ടറിയുടെ സ്ട്രെങ്ത് കുറയുകയും അതൊരു വിസ്കസ് മീഡിയമായിട്ട് ആക്ട് ചെയ്യും. ആ ഒരു ഗ്രെയിൻ ബൗണ്ടറി കൂടെ ഡിസ്ലൊക്കേഷൻ അല്ലെങ്കിൽ ഒരു സ്ലിപ്പ് അല്ലെങ്കിൽ സ്ലൈഡിങ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനുള്ള ആ ഒരു ഗ്രെയിൻ ബൗണ്ടറി കടത്തി വിടുകയും ചെയ്യുന്നു. അങ്ങനെ വരുമ്പോഴത്തേനും ഡീഫോർമേഷൻ ഉണ്ടാവാനുള്ള ടെൻഡൻസി കൂടുതലും ഉണ്ടാവുന്നത്. അപ്പൊ 4 ഫാക്ടേഴ്സ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ക്രോസ് സ്ലിപ്പ്, രണ്ടാമത്തത് ക്ലൈംബ്, തേർഡ് വൺ ഈസ് എന്താണ്, ക്രോസ് സ്ലിപ്പ്, ക്ലൈംബ്, പിന്നെന്താണ് പറഞ്ഞത്, ഡിഫ്യൂഷൻ ഓഫ് വേക്കൻസീസ്, ലാസ്റ്റ് വൺ എന്താണ് പറഞ്ഞത്, സ്ലൈഡിങ് ഓഫ് ഗ്രെയിൻ ബൗണ്ടറി. അപ്പൊ ഈ 4 ഫാക്ടേഴ്സ് ആണ്. അപ്പൊ ഈ 4 ഫാക്ടേഴ്സ് നമ്മൾ പറയുന്നത് ടെമ്പറേച്ചറിന്റെ വേരിയേഷൻ, ടെമ്പറേച്ചർ ഹൈറ്റ് 0.5 TM ടെമ്പറേച്ചറിനെക്കാൾ കൂടുതൽ വരുമ്പോഴാണ് ക്രീപ്പ് എന്ന് പറയുന്നത്. ആ ടെമ്പറേച്ചർ റേഞ്ചിൽ വരുമ്പോഴത്തേന് ഇത്രയും കാര്യങ്ങൾ എൻഹാൻസ് ചെയ്യും. എന്തൊക്കെ എൻഹാൻസ് ചെയ്യും, ക്രോസ് സ്ലിപ്പ്, ക്ലൈംബ്, ഡിഫ്യൂഷൻ ഓഫ് വേക്കൻസീസ്, പിന്നെ ലാസ്റ്റ് കൊണ്ട് എന്താണ്, സ്ലൈഡിങ് ഓഫ് എന്താണ് നാലാമത്തെ പോയിന്റ് പറഞ്ഞത്,
ഓക്കെ, ഇപ്പൊ ഈ ഓരോ പോയിന്റ്സും ഈ ക്രോസ് സ്ലിപ്പും ക്ലൈംബും വേക്കൻസി ഡിഫ്യൂഷനും ഗ്രെയിൻ ബൗണ്ടറി സ്ലൈഡിങ് ഇതെല്ലാം എൻഹാൻസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ടെമ്പറേച്ചർ, ഹൈ ടെമ്പറേച്ചർ വരുമ്പോഴത്തേന് ഇതെല്ലാം എനർജി കിട്ടുന്നു. അതിന് ഈ ഒരു 4 ഫാക്ടേഴ്സ് എൻഹാൻസ് ചെയ്യുന്നു. അത് കൊണ്ടിട്ട് നമുക്ക് എന്ത് സംഭവിക്കുന്നു? അവിടെ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ഉണ്ടാവുന്നു. അങ്ങനെയാണ് ഈ ഒരു 4 മെത്തേഡ്സിലൂടെയാണ് നമ്മുടെ ഈ ഒരു 4 ഫാക്ടേഴ്സിലാണ് നമ്മുടെ ക്രീപ്പിന്റെ മെക്കാനിസം, ക്രീപ്പ് ഉണ്ടാവാനുള്ള ബേസിക് 4 റീസൺസ്. ഫസ്റ്റ് വൺ ഡിസ്ലൊക്കേഷൻ ക്രൈംബ്, സെക്കൻഡ് വൺ ഡിഫ്യൂഷൻ ഫസ്റ്റ് വൺ ഡിസ്ലൊക്കേഷൻ ക്രീപ്പ്, സെക്കൻഡ് വൺ ഡിസ്ലൊക്കേഷൻ ക്രൈംബ്, തേർഡ് വൺ ഡിഫ്യൂഷൻ ഓഫ് വേക്കൻസീസ്, ലാസ്റ്റ് വൺ ഗ്രെയിൻ ബൗണ്ടറി സ്ലൈഡിങ്. ഗ്രെയിൻ ബൗണ്ടറി സ്ലൈഡിംഗ് എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോഴത്തേക്ക് ഗ്രെയിൻ ബൗണ്ടറിയുടെ സ്ട്രെങ്ത് കുറഞ്ഞു കുറഞ്ഞു വരികയും ആ ഗ്രെയിൻ ബൗണ്ടറി ഡിസ്ലൊക്കേഷനെ അല്ലെങ്കിൽ വേക്കൻസിയെ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു നമ്മുടെ എന്താ പറയുന്നത് സ്ലൈഡിങ് സ്ലിപ്പിനെ എല്ലാം ആ ഒരു ഗ്രെയിൻ ബൗണ്ടറി ക്രോസ് ചെയ്ത് മൂവ് ചെയ്യാൻ സമ്മതിക്കും. അങ്ങനെ വരുമ്പോഴത്തേന് അവിടെ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ഉണ്ടാവുന്നതും ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം കഴിയുമ്പോഴത്തേന് നമുക്ക് എന്തുണ്ടാവുന്നു? എന്തുണ്ടാവുന്നു? എന്താ ഉണ്ടാവുന്നത്? ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം എന്തൊക്കെയാണ് ക്രീപ്പിന്റെ മെക്കാനിസത്തിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, ലാസ്റ്റത്തെ എന്ന് പറയുമ്പോൾ നമ്മൾ വെൻ എ മെറ്റീരിയൽ ഹീറ്റഡ്, ഒരു മെറ്റീരിയൽ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ദ ഗ്രെയിൻ ബൗണ്ടറീസ് ലൂസ് ദ സ്ട്രെങ്ത്. ആ ഗ്രെയിൻ ബൗണ്ടറി അതിന്റെ സ്ട്രെങ്ത് നഷ്ടപ്പെടുത്തും. ദ ഗ്രെയിൻ ബൗണ്ടറീസ് ആർ വീക്കർ ദാൻ ദ ഗ്രെയിൻ ഇന്റീരിയർ അറ്റ് ഹൈ ടെമ്പറേച്ചർ. ഹൈ ടെമ്പറേച്ചറിൽ ഈ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് ഈ ഗ്രെയിൻ ബൗണ്ടറി വീക്ക് ആവുന്നേയും അപ്പൊ എന്ത് സംഭവിക്കും? ഇത് ടെമ്പറേച്ചർ അബവ് 0.5 TM, അതായത് 0.5 TM. TM എന്ന് വെച്ചാൽ മെൽറ്റിംഗ് പോയിന്റ്. ആ ടെമ്പറേച്ചറിനെക്കാളും കൂടി കഴിയുമ്പോൾ ഗ്രെയിൻ ബൗണ്ടറി ഈസ് ലോ ഇനഫ് ഫോർ ദം ടു ബിഹേവ് ലൈക്ക് വിസ്കസ് ലിക്വിഡ് സെപ്പറേറ്റ് ദ ഗ്രെയിൻ സാൻഡ് അലോയിങ് ദം ടു സ്ലൈഡ് അഗൈൻസ്റ്റ് ഈച്ച് അതർ. അപ്പോൾ ഈ ഒരു ഇത്രയും ടെമ്പറേച്ചർ കൂടി കഴിയുമ്പോൾ ഇതിനെ സ്ട്രെങ്ത് ലൂസ് ആകുന്നു. അപ്പോൾ അതിനകത്ത് ഒരു ഡിസ്ലൊക്കേഷനോ അല്ലെങ്കിൽ സ്ലിപ്പോ ഒക്കെ മൂവ് ചെയ്യാൻ ആര് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു? ആരനുവദിക്കും? ആ സ്ലൈഡ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. ഗ്രെയിൻ ബൗണ്ടറി കൂടെ അല്ലെങ്കിൽ സ്ലിപ്പോ അല്ലെങ്കിൽ ഡിസ്ലൊക്കേഷനോ ഒക്കെ സ്ലൈഡ് ചെയ്ത് മൂവ് ചെയ്യാൻ ആര് സമ്മതിക്കും? ഈ ഗ്രെയിൻ ബൗണ്ടറി സമ്മതിക്കും. കാരണം എന്താണ്? ആ ഒരു ടെമ്പറേച്ചറിൽ അതിനെ ഹോൾഡ് ചെയ്യാനോ അല്ലെങ്കിൽ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഗ്രെയിൻ ബൗണ്ടറിക്ക് ഇല്ല. അങ്ങനെ ഈ ഒരു സ്ലിപ്പ് അല്ലെങ്കിൽ സ്ലൈഡിങ് ഗ്രെയിൻ ബൗണ്ടറി കൂടെ നടക്കുമ്പോൾ അവിടെ എന്തോ ഉണ്ടാവുന്നത്? Plastic deformation. Thus, at a high temperature, the grain boundaries facilitate a deformation process by the sliding and ദസ് ക്ലോസ് സ്ലിപ്പ്. ഈ സ്ലൈഡിങ് മോഷനിലൂടെയും അല്ലെങ്കിൽ സ്ലിപ്പിന്റെ ആ ഒരു രീതി എഫക്റ്റും ഉണ്ട്. സ്ലൈഡിങ് മോഷൻ കൊണ്ട് നമുക്കവിടെ സ്ലിപ്പ് ഉണ്ടാകുകയും ആ സ്ലിപ്പിന്റെ മോഷൻ കൊണ്ടിട്ട് നമുക്ക് അവിടെ എന്തുണ്ടാവുന്നു? ഡീഫോർമേഷൻ ഉണ്ടാകുന്നു. അങ്ങനെയാണ് ഈ ഒരു ഗ്രെയിൻ ബൗണ്ടറി സ്ലൈഡ്. അപ്പൊ 4 ഫാക്ടേഴ്സിനകത്ത് ക്രോസ് സ്ലിപ്പ്, ക്ലൈംബ്, ഡിഫ്യൂഷൻ ഓഫ് വേക്കൻസീസ്, ലാസ്റ്റ് ഒരു സ്ലൈഡിങ് ഓഫ് ഗ്രെയിൻ ബൗണ്ടറി. ഈ 4 ഫാക്ടേഴ്സ് ആണ് നമ്മുടെ ക്രീപ്പ് മെക്കാനിക്സിനകത്ത് നമുക്ക് പറയാനുള്ളത്. ക്ലിയർ ആയോ? ഏതാണ്? ആ, ക്രീപ്പ് ഫോം ചെയ്യാൻ അതെ, ഇത് ലോങ് ഡ്യൂറേഷൻ ഓഫ് ടൈമിലാണ് നടക്കുന്നത്. ലോങ് ഡ്യൂറേഷൻ ഓഫ് ടൈം എന്ന് പറയുന്ന ഫാക്ടറാണ് വളരെ ഇമ്പോർട്ടന്റ്. ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ സംഭവിക്കുന്ന കാര്യമല്ല ഇത്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മളിപ്പോ എക്സാമ്പിൾ ആയിട്ട് നോക്കുവാണെങ്കിൽ നമ്മൾ ഡെയിലി കാണുന്നത് തന്നെ നമ്മുടെയൊക്കെ വീടിന്റെ റൂഫില്ലേ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രീപ്പാണ്. അവിടെ ഫറ്റീഗ് അല്ല ഉണ്ടാവുന്നത്, ഫ്രാക്ചറും അല്ല ഉണ്ടാകുന്നത്. പിന്നെ എന്താണ് ഉണ്ടാവുന്നത്? ക്രീപ്പാണ് ഉണ്ടാകുന്നത്. കാരണം എന്താണ്? അവിടെ ഉണ്ടാകുന്ന ലോഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്നും എത്ര വർഷം കഴിഞ്ഞാലും കോൺസ്റ്റന്റ് ലോഡിംഗ് ആണ്. പിന്നെ അവിടെ എന്താണ്? ടെമ്പറേച്ചർ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് അല്ലേ? അതായത് ചൂടുള്ള സമ്മർ സമയത്ത് ഇത് എക്സ്ട്രീം ആയിട്ട് ഹോട്ട് ആവുന്നു, വിന്റർ സമയത്ത് ഇത് കൂൾ ആവുന്നു. അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴത്തേന് ആ ഒരു ടെമ്പറേച്ചറിന്റെ എഫക്റ്റും പിന്നെ എന്താ പറയുക, കോൺസ്റ്റന്റ് ലോഡിങ് സെയിം ആണ് അല്ലേ? അതായത് ഓരോ സമയത്ത് ലോഡ് സെയിം ആണ്. അപ്പം എന്ത് സംഭവിക്കുന്നു? എന്ത് സംഭവിക്കുന്നു ആ സമയത്ത്?
ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്റേണൽ ആയിട്ടുള്ള ഈ ഇത്രയും സംഭവങ്ങൾ ഉണ്ടാകുന്നു. ഈ ഒരു ഡിസ്ലൊക്കേഷൻ മോഷൻസും അല്ലെങ്കിൽ ഗ്രെയിൻ ബൗണ്ടറി സ്ലൈഡിങ് അല്ലെങ്കിൽ ക്രോസ് സ്ലിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്റേണൽ ആയിട്ട് കാലക്രമേണ ഒരുപാട് ടൈമിനനുസരിച്ച് ഇത് ഉണ്ടായി വരുന്നത്. ഫൈനലി ഈ ചെറിയ ചെറിയ ഡിഫോർമേഷൻസ് ഇങ്ങനെ അക്കുമുലേറ്റ് ചെയ്ത് ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം കഴിയുമ്പോഴത്തേന് ആ ഒരു ഡിഫോർമേഷൻ എക്സീഡിംഗ്ലി കൂടുതലായി കഴിയുമ്പോഴത്തേന് ആ ഒരു മെറ്റീരിയലോ അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചർ എന്താ സംഭവിക്കും? ഫെയിൽ ആവും. മനസ്സിലായോ? ഇവിടെ സൈക്ലിക് സ്ട്രെസ് അല്ല വരുന്നത്. സ്ട്രെസ് എന്ന് പറയുമ്പോഴത്തേന് കോൺസ്റ്റന്റ് ആണ്. മനസ്സിലായില്ലേ? ടെമ്പറേച്ചറും ടൈമും ആണ് ഇവിടുത്തെ മെയിൻ ഡിപ്പെൻഡന്റ് പാരാമീറ്റേഴ്സ് ക്രീപ്പിനകത്ത്. ടെമ്പറേച്ചറും ടൈമും. ടെമ്പറേച്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് ടെമ്പറേച്ചർ 0.4 TM അല്ലെങ്കിൽ 0.5 TM കുറവാണെന്നുണ്ടെങ്കിൽ ക്രീപ്പിന്റെ എഫക്റ്റ് അത്ര പ്രോമിനന്റ് ആയിരിക്കത്തില്ല. ടെമ്പറേച്ചർ അത്യാവശ്യം ഹൈ ടെമ്പറേച്ചറും പിന്നെ ലോങ് ഡ്യൂറേഷൻ ഓഫ് ടൈമിൽ ആ ടെമ്പറേച്ചർ നമുക്ക് ആ ഒരു എക്സ്പോസർ ആണെങ്കിലും ആണ് ക്രീപ്പിന്റെ എഫക്റ്റ് ഉണ്ടാവുന്നത്. ആ ക്രീപ്പ് ഉണ്ടാവാൻ സാധ്യതയുള്ള 4 ഫാക്ടേഴ്സ് ആണ് ഞാൻ പറഞ്ഞത്. മെക്കാനിസം, അതായത് ക്രോസ് സ്ലിപ്പ്, ക്ലൈംബ്, ഡിഫ്യൂഷൻ, ഗ്രെയിൻ ബൗണ്ടറി, സ്ലൈഡിങ്. ക്ലിയർ ആണോ? ഹലോ. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ കൊണ്ട് നിർത്താം. ക്രീപ്പിന്റെ ഇന്ന് കുറച്ച് ഭാഗങ്ങളുണ്ട്. നമുക്ക് വരും ദിവസങ്ങളിൽ തീർക്കാം. ഇനി എനിക്ക് ഈ ആഴ്ച ക്ലാസ് ഇല്ലല്ലോ. ഈ ആഴ്ച ക്ലാസ് ഇല്ല. ഏതെങ്കിലും ശനിയാഴ്ച എപ്പോഴെങ്കിലും ഒരു ദിവസം ഞാൻ എക്സ്ട്രാ ക്ലാസ് വെക്കാം. എന്നാ വെക്കുന്നതെന്നുള്ളത് ഞാൻ സമയം പറയാം കേട്ടോ. ഏതെങ്കിലും ഒരു ദിവസം എന്തായാലും ഈ ആഴ്ച ഒരു ദിവസം എക്സ്ട്രാ ക്ലാസ് വെക്കാം. എപ്പോഴാന്ന് വെച്ചാൽ ഞാൻ സമയം പറയാം കേട്ടോ. അപ്പൊ നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യണം. ഈ ക്രീപ്പും കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ കുറച്ച് കുഞ്ഞു ടോപ്പിക്സേ ഉള്ളൂ. അത് നമുക്ക് റെഗുലർ ക്ലാസ്സിലും ഒക്കെ എടുത്ത് തീർക്കാം. അത് കുഴപ്പമൊന്നുമില്ല. പിന്നെ നിങ്ങളുടെ അസൈൻമെന്റ്സ് മാക്സിമം അത് ഈ ഞായറാഴ്ച തന്നെ നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്ത് വെക്കുക. ആ അസൈൻമെന്റ് ടോപ്പിക്കിനകത്ത് ക്വസ്റ്റ്യൻ ഉണ്ട്. അതുകൊണ്ട് അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പഠിക്കുക. അതിനകത്ത് മടി വിചാരിക്കരുത്. പറഞ്ഞ കാര്യം കറക്റ്റായിട്ട് ചെയ്യുക. ഞാൻ നവംബർ 16 തന്ന ടോപ്പിക്കാണ്. ഇപ്പൊ December 1 ഓൾമോസ്റ്റ് 2 weeks കഴിഞ്ഞു. അത് ചെയ്യാൻ അത്രയും സമയമൊന്നും ആവശ്യമില്ല. ഒരു ദിവസം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചവർക്കാണെന്നുണ്ടെങ്കിൽ അതൊന്നും വലിയ ബേർഡനായിട്ട് തോന്നത്തില്ല. ഞാനത് പെട്ടെന്ന് ഒരു ദിവസം എന്നിട്ട് നാളെ ചെയ്തുകൊണ്ട് വേണമെന്നൊന്നും പറഞ്ഞില്ല. November 16 പറഞ്ഞതാണ്. November 16 പറഞ്ഞു. ഇപ്പൊ December 1 ഓൾമോസ്റ്റ് 2 weeks കംപ്ലീറ്റ് ആയി. അപ്പോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഏതെങ്കിലും ഈ ദിവസം എക്സ്ട്രാ ക്ലാസ് വെക്കുന്നതോ ഞാനത് പറയാം, ഇൻഫോം ചെയ്തോളാം. ഓക്കെ. ഏതാണ്? എക്സാം ഓൺലൈൻ ആണ്. പിന്നെ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ നോട്ടിഫിക്കേഷൻ